സുഹൃത്തുക്കളെ, എക്സലിലെ അബ്സല്യൂട്ട് റെഫറൻസ്, എക്സാക്ട് റെഫറൻസ് എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ ഇന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് ഡേറ്റാസ് എഴുതിയിട്ടുണ്ട്. 12, 15, 20, 34. ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഡേറ്റാസിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 12 എഴുതിയിരിക്കുന്നത് സി എന്ന് പറയുന്ന കോളത്തിലാണ്, അതുപോലെ 4 എന്ന് പറയുന്ന റോയിലുമാണ്. അപ്പോൾ ഈ 12ൻ്റെ സെൽ റെഫറൻസ് എന്ന് പറയുന്നത് C4 ആണ്. അതുപോലെ ഈ 15ൻ്റെ സെൽ റെഫറൻസ് C5 ആണ്. 20യുടെ സെൽ റെഫറൻസ് C6 ആണ്. അതുപോലെ 34ൻ്റെ സെൽ റെഫറൻസ് C7 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ C4 എന്ന് പറയുന്ന സെൽ റെഫറൻസിലുള്ള വാല്യൂ 12 ആണ്. ഈ 12 എനിക്ക് ഈ D4ലേക്ക് കോപ്പി ചെയ്യണം. അതിന് ഞാൻ എക്സലിലുള്ള ഫോർമുല ആണ് എഴുതാൻ പോകുന്നത്. ഈക്വൽ ടു C4. ഓക്കെ, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ C4ലുള്ള വാല്യൂ D4ലേക്ക് കോപ്പി ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ ഈ സെല്ലിൻ്റെ കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് കോർണറിൽ ഈ കഴ്സർ കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ കഴ്സറിൻ്റെ അടയാളം ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം, ഒരു പ്ലസ് സൈൻ പോലെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ C4ലെ വാല്യൂ D4ൽ കിട്ടി, C5ലെ വാല്യൂ D5 കിട്ടി, C6ലെ വാല്യൂ D6ൽ കിട്ടി, C7ലെ വാല്യൂ D7ൽ കിട്ടി. ഇങ്ങനെ ഞാൻ വെറും C4 എന്ന് മാത്രമേ ഈക്വൽ ടു C4 എന്ന് മാത്രമേ ഫോർമുല കൊടുത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ എനിക്ക് ഈ വാല്യൂ റിലേറ്റീവായിട്ട്, അതായത് റോ വൈസ് റിലേറ്റീവായിട്ട് എനിക്ക് വാല്യൂസ് കിട്ടി. അതായത് 12ൻ്റെ വാല്യൂ ഈ C4 ഈക്വൽ ടു D4, ഇതിന് റിലേറ്റീവായിട്ട് C5യുടെ വില ഏതാ? അല്ല, ഈ കോളത്തിൽ ഏത് വരണം? C5 വരണം. അതുപോലെ D6ൽ ഏത് വരണം? C6 വരണം. D7ൽ ഏത് വരണം? C7 വരണം. അങ്ങനെ വന്നു. അങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് റിലേറ്റീവ് റെഫറൻസ്. നമ്മൾക്ക് അങ്ങനെ വരാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് റെഫറൻസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ റോ ഏതാണ്? 4th റോ. ഈ 4th റോയെ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്യും. അത് 4th റോയെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ 4ൻ്റെ മുമ്പിൽ ഞാനൊരു ഡോളർ സൈൻ കൊടുക്കും. ഡോളർ സൈൻ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പോൾ എനിക്ക് ആ 4th റോ ഫിക്സ് ആയി. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ താഴേക്ക് ആ പ്ലസ് സൈൻ വരുമ്പോൾ പ്ലസ് സൈനിൽ പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ എനിക്ക് 4th റോ C4ൽ ഏത് എലമെന്റ് ആണോ ഉണ്ടായിരുന്നത് ആ എലമെന്റ് തന്നെ D4ൽ വന്നു. പിന്നീട് ആ എലമെന്റ് തന്നെ D5ലും D6ലും D7ലും വന്നു. അതായത് വാല്യൂ അബ്സല്യൂട്ട് ആണ്, റിലേറ്റീവ് അല്ല. അതായത് അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആകുന്നില്ല. ഇവിടെ 4ന് മുമ്പാണ് ഞാൻ ഡോളർ സൈൻ കൊടുത്തത്. അതുകൊണ്ട് 4 എന്ന് പറയുന്നത് ഈ റോയെ പ്രതിനിധാനം ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ 4ൻ്റെ മുമ്പിൽ ഡോളർ സൈൻ കൊടുത്താൽ ആ റോ ഫിക്സ് ആവുന്നു. ഈ റോ ഫിക്സ് ആയിക്കഴിഞ്ഞാൽ എന്താവും? ഡ്രാഗ് ചെയ്താൽ റോ മാറുന്നില്ല റിലേറ്റീവായിട്ട്. എപ്പോഴും ഇവിടെ എത്ര? C4. ഇവിടെ C4 ആണ്, ഇവിടെയും C4 ആണ്, ഇവിടെയും C4 ആണ്, ഇവിടെയും C4 ആണ്. $4
$4 $4 ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ $സൈൻ കൊടുത്തത്. ഇതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഡിഫറൻസ്. നേരെ മറിച്ച് ഞാൻ ഈ ഡോളർ എടുത്തു കളയുകയാണ്. എടുത്തതിന് ശേഷം ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ കോർണറിൽ മൗസ് കീ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം താഴേക്ക് ഡ്രാഗ് ചെയ്താൽ, സോറി ഇവിടെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ $സൈൻ എടുത്തു കളഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ മൗസിൻ്റെ ഇതിൻ്റെ കോർണറിൽ വെച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ വാല്യൂ ചേഞ്ച് ആവുന്നു. ഇങ്ങനെ ചേഞ്ച് ആകുന്നതിന് പറയുന്ന പേരാണ് റിലേറ്റീവ് റെഫറൻസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ആക്കുന്നു. താങ്ക് യു.